നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4.0, അതായത് നാലാം വ്യവസായ വിപ്ലവം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആദ്യ വ്യവസായ വിപ്ലവം എന്ന് പറഞ്ഞാൽ സ്റ്റീം എഞ്ചിൻസ് കണ്ടുപിടിച്ചതോടുകൂടിയാണ്. അപ്പോൾ കപ്പലുകൾ മറ്റും സ്റ്റീം എഞ്ചിനിൽ ഓടാൻ തുടങ്ങി. നിരവധി വ്യവസായങ്ങൾ വന്നു. നെയ്ത്ത് വ്യവസായം, മാഞ്ചസ്റ്ററിലും മറ്റുള്ള നെയ്ത്ത് വ്യവസായം യന്ത്രവൽക്കരണത്തിന് വഴിമാറി. അത് കഴിഞ്ഞപ്പോഴാണ് വൈദ്യുതി കണ്ടുപിടിച്ചത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 2.0 വന്നു. വൈദ്യുതി കണ്ടുപിടിച്ചതോടുകൂടി മാസ് പ്രൊഡക്ഷൻ തുടങ്ങി. വൻ ഫാക്ടറികളും കാറുകളും മറ്റു ഉൽപ്പന്നങ്ങളും വൻതോതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി വൈദ്യുതി കണ്ടുപിടിച്ചതോടുകൂടി. മൂന്നാമത്തതാണ് നമ്മുടെ IT കാലത്തെ, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി വന്നു. ഈ കമ്പ്യൂട്ടർ യുഗം വന്നു. കമ്പ്യൂട്ടറുകളും ഇൻഫർമേഷൻ ടെക്നോളജിയും വരുത്തിയ മാറ്റമാണ് ഇന്ന് കാണുന്നത്. നമ്മുടെ ഈ IT പാർക്കുകളും അതിലുള്ള ജോലികളും ഈ വൻ IT കമ്പനികളും ഒക്കെ ആ മൂന്നാം വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ലോകം മുഴുവൻ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന നാലാം വ്യവസായ വിപ്ലവമാണ്. അതായത് എല്ലാവരുടെയും കയ്യിൽ ഇൻ്റർനെറ്റ് ഉണ്ട്, സ്മാർട്ട് ഫോണുണ്ട്. ഇത് ഡിജിറ്റൽ ലോകമാണ്. നമുക്കിപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ എടുക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കാം. എവിടെയും നമ്മൾ ഒരു മൊബൈൽ ഫോൺ കാണിച്ച് നമ്മുടെ രജിസ്ട്രേഷൻ കാണിച്ച് ആ QR കോഡ് സ്കാൻ ചെയ്താണ് എവിടെയും പ്രവേശനം. അത് ലോകം മുഴുവൻ ആയിക്കഴിഞ്ഞു. അപ്പോൾ വ്യവസായം, നമ്മൾ പലപ്പോഴും ബസ് മിസ് ചെയ്തു. നമ്മൾ ആദ്യത്തെ ബസ് മിസ് ചെയ്തു, രണ്ടാമത്തത് മിസ് ചെയ്തു, IT പോലും നമ്മൾ പിന്നിലായിപ്പോയി എന്നൊക്കെ നമ്മൾ പരാതി പറയാറുണ്ട്. പക്ഷേ നാലാം വ്യവസായ വിപ്ലവം നടക്കുമ്പോൾ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4.0 നടക്കുമ്പോൾ അങ്ങനെ നമ്മൾ പറയുന്ന ഇടവരരുത് നമ്മൾ ബസ് മിസ്സായി എന്നുള്ളത്. അപ്പോൾ എൻ്റെ ചോദ്യം AI-യും ഈ മെഷീൻ ലേണിങ്ങും ഇതെല്ലാം ഈ നാലാം വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമാണ്. AI എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധി. അപ്പോൾ അത് എല്ലാം ഈ വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചോദിക്കേണ്ടതുണ്ട്. ആർ വി റെഡി ഫോർ ദിസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4.0? നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന ഈ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് വരുത്തുന്നതും ഇവിടെ ഊബർ ടാക്സികൾ ഓടുന്നതും ഈ നാലാം വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമാണ്. കാരണം അതിനൊരു ആപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് നാലാം വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമാണ്. കേരളം എവിടെ വരെ എത്തി ഈ നാലാം വ്യവസായ വിപ്ലവത്തിൽ? എൻ്റെ ആദ്യ ചോദ്യം, ഈ രംഗത്ത് IBS എന്ന കമ്പനി ഏറ്റവും അധികം എയർലൈനുകളിലും കാർഗോ എയർലൈനുകളും പാസഞ്ചർ മാനേജ്മെൻറ്റിനും കാർഗോ മാനേജ്മെൻറ്റ് അങ്ങനെ അനേകം കാര്യങ്ങൾക്ക് ലോകത്ത് തന്നെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ഈ രംഗത്തെ ഒരു കമ്പനിയുടെ മേധാവിയാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, അദ്ദേഹം തുടങ്ങി വെച്ച കമ്പനിയാണിത്. അപ്പോൾ ഐ തിങ്ക് നോ അതർ പേഴ്സൺ ഈസ് ബെറ്റർ സ്യൂട്ടഡ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഓവർ ടു യു സർ. Thank you, Kishore. Good morning, ladies and gentlemen. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് നാലാം ഇൻഡസ്ട്രി 4.0 ഇതൊക്കെ. ഞാൻ തുടങ്ങുന്നത് തന്നെ ഈ വർഷത്തെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ഗ്ലോബൽ റിസ്ക് പെർസെപ്ഷൻ സർവേ റിപ്പോർട്ട്, അത് 19th എഡിഷനാണ്. അത് ഓരോ വർഷവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റിയും റിസ്ക്കും ഉള്ള ഏരിയകൾ ഏതാണെന്ന് ലോകത്തിലെ വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ലീഡേഴ്സ് ഓഫ് സിവിൽ സൊസൈറ്റി, ഇൻഡസ്ട്രി, ബിസിനസ്, അങ്ങനെ 12,500 ആളുകളുടെ സർവേ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. അതിലവർ പറഞ്ഞത് നമ്പർ 1 ഈസ് എക്സ്ട്രീം വെതർ, ക്ലൈമറ്റാണ്. നമ്പർ 2 അതിനകത്ത് പറഞ്ഞത് ദി മിസ്ഇൻഫർമേഷൻ ആൻഡ് ഡിസ്ഇൻഫർമേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതാണ് ഒരു രണ്ടാമത്തെ. 53% ആളുകളും ഇവരാണ്. ഇപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇവരുടെ ഈ റിസ്ക് പെർസെപ്ഷൻ സർവേ റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ലോകത്ത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു തിങ്കിങ്ങിൻ്റെ ഭാഗമാണ്. ദ വേൾഡ് ദാറ്റ് വി ഹാവ് ക്രിയേറ്റഡ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് അവർ തിങ്കിങ്. ഇപ്പോൾ ഇവരിങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നതെങ്കിൽ ഇതൊരു വലിയൊരു വിഷയമായിട്ട് നിൽക്കുകയും അതിനുള്ള ചേഞ്ചസ് വരികയും ചെയ്യും. ഉദാഹരണത്തിന് കേരളം, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്കും ഇൻഡസ്ട്രി 4.0യിലേക്കും വരാം. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് എന്താണ് നമ്മുടെ പ്രശ്നം, വാട്ട് ഈസ് കേരളാസ് പ്രോബ്ലം ആൻഡ് വാട്ട് ഈസ് കേരളാസ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് ഒരുപാട് ഇയർലി അഡ്വാൻസ്മെൻറ്റ്, HDA ഇതാണ് ഏറ്റവും ലീസ്റ്റ് കറപ്റ്റ് പ്ലേസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഇതെല്ലാം നമ്മുടെ ഇയർലി അഡ്വാൻസ്മെൻറ്റ്സ് ആണ്. ഇപ്പം നമ്മൾ നോക്കിയാൽ നമ്മുടെ ഏറ്റവും നമ്പർ 1, നമ്മുടെ പല പ്രശ്നങ്ങളുടെ കാരണം. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ എൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ യങ്സ്റ്റേഴ്സ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ കൺട്രി. നമ്മൾ വിശ്വസിക്കുമോ?
കേരളത്തിലാണ് നമ്മുടെ യുവാക്കളുടെ അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും കൂടുതൽ 30%. ആൺകുട്ടികൾക്ക് 20%, പെൺകുട്ടികൾക്ക് 47%. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ലോട്ട് ഓഫ് ജോബ്സ്. പക്ഷേ ആ ജോബ്സ് ഒന്നും നമ്മളുടെ കുട്ടികളുടെ, നമ്മുടെ ഗ്രാജുവേറ്റ്സിൻ്റെ ആസ്പിറേഷനോ ക്വാളിഫിക്കേഷനോ കമൻസുറേറ്റ് അല്ല. അതുകൊണ്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത്. 70% പുറത്തേക്ക് പോകുന്ന കുട്ടികളാരും തിരിച്ചു വരണില്ല. ഒരുപക്ഷെ അവരുടെ ഇതൊരു പ്രശ്നമാണ്, നമ്മളുടെ അൺഹെൽത്തി മൈഗ്രേഷൻ. അപ്പോൾ അതിൻ്റെ റീസൺ അവർക്കിവിടെ കിട്ടണമെങ്കിൽ വെൽ പേയിങ് ജോബ്സ് ആയിരിക്കണം, പ്രോമിസിങ് ജോബ്സ് ആയിരിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. രണ്ട് പ്രശ്നങ്ങളേ ഉള്ളൂ നമുക്ക്. രണ്ടാമത്തെ പ്രശ്നം ഇൻഫ്രാസ്ട്രക്ചർ. അത് ആദ്യം ഹെൽത്തിലെയാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ്, സേഫ് ടു ട്രാവൽ റോഡ്സ്, സേഫ്റ്റി ഫ്രം ഡിസാസ്റ്റർ, സേഫ് ടു ഡ്രിങ്ക് വാട്ടർ. ഇത് രണ്ടും നമുക്കൊന്ന് ഫിക്സ് ചെയ്യാൻ പറ്റിയാൽ കേരളം ക്യാൻ ബി ദി ഫൈനസ്റ്റ് പ്ലേസ് ടു ലിവ് ഓൺ ദ വേൾഡ്. കേരളം ഏറ്റവും ലോകത്ത് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യണം. എങ്ങനെയാണ് നമ്മുടെ യുവാക്കൾക്ക് അവരുടെ ആസ്പിറേഷൻ അനുസരിച്ചിട്ടുള്ള, അവരുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി കൊടുക്കുക എന്നുള്ളത്. ഈ ഒരു കോണ്ടെക്സ്റ്റ് നിർത്തിക്കൊണ്ട് ഞാൻ ഇനി ഇൻഡസ്ട്രി 4.0 എയിലേക്കും വരാം. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ഇൻഡസ്ട്രി 4.0 എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫിസിക്കൽ ടെക്നോളജീസും ഡിജിറ്റൽ ടെക്നോളജീസും തമ്മിലുള്ളൊരു സംയമനം, അല്ലെങ്കിൽ ഒരു ഇൻറ്റഗ്രേഷൻ. അതിന് പല ഡയമെൻഷൻസ് ഉണ്ട്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അനലിറ്റിക്സ്, ബിഗ് ഡേറ്റ, അങ്ങനെ ക്ലൗഡ്, അങ്ങനെ പല മേഖലകളുണ്ട്. ഞാൻ ഒന്നോട് പറയാം. നമുക്ക് ഇൻ്റർനെറ്റ് വന്നപ്പോൾ ബ്രൗസർ കിട്ടി. ദ നെക്സ്റ്റ് വൺ വാസ് സ്മാർട്ട് ഫോൺസ് വന്നപ്പോൾ ആപ്സ് കിട്ടി. ഒന്ന് ആലോചിച്ചോ. വി ഗോട്ട് ബ്രൗസർ വെൻ വി ഹാഡ് ഇൻ്റർനെറ്റ്. അപ്പോഴത്തേക്കും നമ്മളുടെ അറിവ് നമ്മളുടെ ഫിംഗർ ടിപ്സിലായി. ആപ്സ് ഹാസ് ഗിവൺ us ടു ബിക്കം ഫാർ മോർ എഫിഷ്യൻറ്റ്. അത് കിട്ടിയത് സ്മാർട്ട് ഡിവൈസാണ്. മൂന്നാമത്തതാണ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, with artificial intelligence, with cloud and huge ability of processing data, we are getting artificial intelligence. എന്താണ് the right metaphor? എങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നിർവചിക്കാമെന്നും കൂടെ പറയാം. ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ അതിനെ കാണുക. നിങ്ങൾക്കൊക്കെ ChatGPT അറിയാലോ. ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും. അതിനെ നമുക്ക് കൂടുതൽ പഠിപ്പിക്കാം. പക്ഷേ ഐ വിൽ പുട്ട് ദിസ് വേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, കേരളത്തിലെ ആളുകളും ഇന്ത്യയിലെ ആളുകളും ലോകത്തിലെ ആളുകളും നോക്കുമ്പോൾ, നമ്മൾ രണ്ട് സ്പേസിലായിരിക്കും ജീവിക്കുക ഇനി. ഒന്നൊരു ഡിജിറ്റൽ സ്പേസും ഒന്നൊരു ഫിസിക്കൽ സ്പേസും. ഈ രണ്ട് സ്പേസിലായിട്ട് നമ്മൾ ജീവിക്കുക. ആ ഡിജിറ്റൽ സ്പേസിലെ ഒരു ഡിജിറ്റൽ സ്പീഷിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഏറ്റവും നല്ലൊരു മെറ്റഫോറാണ്. ഒരു സ്പീഷിയാണെങ്കിൽ നമുക്ക് സാധാരണ തോന്നും അതിനൊരു ബയോളജിക്കൽ ട്രഡീഷൻ വേണമല്ലോ. പക്ഷെ അതില്ല. പക്ഷേ ഒരു സ്പീഷീസ് ചെയ്യുന്ന, ജീവനുള്ള ഒരു സ്പീഷി ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇത് ചെയ്യും. ഞാൻ ഉദാഹരണത്തിന്, ഇറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ ദ ലാംഗ്വേജ് ദറ്റ് വി സ്പീക്ക്. നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ നമ്മൾ കാണുന്നത് കാണാൻ പറ്റും. ഇറ്റ് ക്യാൻ സീ വാട്ട് വി സീ. ഇറ്റ് ക്യാൻ ടേക്ക് ഇൻഫർമേഷൻ മച്ച് മോർ ദാൻ വി ടേക്ക് ഇൻഫർമേഷൻ. ഇറ്റ് ഹാസ് മെമ്മറി and much more memory. അത് പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ടി വരും. അത് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അത്തരം യന്ത്രങ്ങളെ നമ്മൾ കോൺഷ്യസ്നെസ് ഉണ്ടാക്കുകയും അതിന് മെമ്മറി ഉണ്ടാക്കുകയും അത് സ്വയം ലേൺ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വിടണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ലോകം മുഴുവനുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ എക്സ്പേർട്സ് തന്നെ അത് പറയുന്നുണ്ട്. മനുഷ്യനേക്കാളും ഇന്നാണ് ഹോമോസാപ്പിയനാണ് ഇന്ന് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജീവി ഭൂമുഖത്ത്. ഹോമോസാപ്പിയനേക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള യന്ത്രങ്ങൾ ഉണ്ടാക്കി വരണോ, അവർ സ്വയം കോഡ് റൈറ്റിംഗ് നടത്തി സ്വയം അൽഗോരിതംസ് ഉണ്ടാക്കി ഒടുക്കം ഹ്യൂമൻ റേസിനെ കൺട്രോൾ ചെയ്യുന്ന സ്ഥിതി വരുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ പല രംഗത്തു നിന്നും വൻ വിദഗ്ധർ തന്നെ ചോദിക്കുന്നുണ്ട്. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രീ വി കെ മാത്യൂസ് പറഞ്ഞ രണ്ട് പ്രധാന പോയിൻറ്റ്സാണ്. ഒന്ന്, കുട്ടികൾ ഇങ്ങനെ നാട് വിട്ട് പോകുന്നത് തടയണമെങ്കിൽ അവരുടെ ആസ്പിറേഷൻസ് അനുസരിച്ചുള്ള ജോലികൾ ഇവിടെ ഉണ്ടാവണം.
അവർ എംപ്ലോയ്മെൻറ്റ് റെഡി ആയിരിക്കണം അവർ പഠിത്തം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്. രണ്ട്, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നന്നാവണം. അവർ വിദേശത്തെ അവരിപ്പോൾ ഇന്ന് എല്ലാവരുടെയും കയ്യിൽ നെറ്റും മറ്റും ഉള്ളതുകൊണ്ട് അവർ വിദേശത്തെ ജീവിത സൗകര്യങ്ങൾ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കണ്ടു വളരുന്നവരാണ് അവർ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ മെച്ചപ്പെടുത്തിയാൽ മാത്രമേ അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റൂ. ഇപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ അവർ ചെയ്യുന്നത്, വൺ ഓഫ് ദി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ, ഇറ്റ്സ് എ മേജർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. അവർക്ക് ജംഷഡ്പൂരിൽ, ബാംഗ്ലൂരിലൊക്കെ ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, കൊച്ചിയിലൊരു ഓഫ് ക്യാമ്പസ് ഉണ്ട്. ഇദ്ദേഹം അതിൻ്റെ ഡയറക്ടർ ന്യൂ ഇനിഷ്യേറ്റീവ്സ് ആണ്. ഞാൻ അതിൽ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ അഡ്മിഷൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ കൊച്ചിയിലെ ക്യാമ്പസിൽ മലയാളികളെ മാത്രമായിട്ട് ഇരുത്തത്തില്ല. കർണാടകത്തിൽ നിന്ന് കുറേ പിള്ളേർ, തമിഴ്നാട്ടിൽ നിന്ന് പിള്ളേർ, നോർത്ത് ഈസ്റ്റിൽ നിന്ന്, ബംഗാളിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് പിള്ളേർ ഇവിടെ വന്ന് പഠിക്കണം. മലയാളികളെ കുറേ പേരെ ഇവിടുന്ന് അഡ്മിഷൻ ചോദിക്കുന്നവരെ അവർ ബാംഗ്ലൂരിലോട്ടോ മദ്രാസിലോട്ടോ ഒക്കെ അവരുടെ ക്യാമ്പസുകളിലേക്ക് വിടും. ഇത് എന്തിനെന്ന് ചോദിച്ചാൽ, ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് ഇവിടുത്തേക്ക് കോഴിക്കോട്ടെ കുറേ പിള്ളേരെല്ലാം കൂടി ഒരു സ്കൂളിൽ ഇരിക്കുന്ന മാതിരി അങ്ങനെ ആകാൻ പാടില്ല. ഒരു ഹയർ എഡ്യൂക്കേഷന് പല നാടുകളിൽ നിന്നുള്ള പിള്ളേരായിരിക്കണം, എങ്കിലേ അവർക്ക് മാനസികമായ വളർച്ച ഉണ്ടാവുള്ളൂ. വിദേശത്ത് പഠിക്കാൻ പോകുന്നത് തന്നെ ഈ എക്സ്പോഷർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം വിദേശത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള പിള്ളേർ വരും, ഇവിടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പിള്ളേർ വരും. അപ്പോൾ അദ്ദേഹത്തിന് അത് ഒരുപാട് നൂതനമായ കോഴ്സുകളുണ്ട്, അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയും. ശ്രീ ടോം ജോസഫ്. ആദ്യമായിട്ട് തന്നെ ശ്രീ മാത്യു സാറ് പറഞ്ഞ ടോപ്പിക്ക്, അല്ലെങ്കിൽ ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇൻഡസ്ട്രി 4.0, ശരിക്കും എഡ്യൂക്കേഷൻ 4.0 എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ മാറിക്കൊണ്ടിരിക്കുക. കാരണം ട്രഡീഷണലായിട്ട് നമ്മൾ എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. 10+2 സ്കൂൾ കഴിഞ്ഞ് ഒരു കോളേജിലേക്ക്, ഒരു ട്രഡീഷണൽ ഡിഗ്രിയിലേക്ക്, അതായത് BSc ഓ BTech അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഡിസിപ്ലിനിലേക്ക് പോകുക, പഠിക്കുക, പരീക്ഷ എഴുതുക, ജോലി തേടി നടക്കുക എന്നൊരു ട്രഡീഷണൽ കോൺസെപ്റ്റിൽ നിന്ന് ഹയർ എഡ്യൂക്കേഷൻ ഒത്തിരി മാറി. ഹയർ എഡ്യൂക്കേഷൻ ഈ ടെക്നോളജി അല്ലെങ്കിൽ മാറുന്നതനുസരിച്ച് നമ്മൾ റെഡിയാണോ എന്ന് ചോദിച്ചാൽ റെഡി ആവാതിരിക്കാൻ നമുക്കൊരു ചോയ്സും ഇപ്പോൾ ഇല്ല. അത് എഡ്യൂക്കേഷന് മാത്രമല്ല, എല്ലാ സെക്ടറിനും ഒരു ചോയ്സ് ഇല്ല. എൻ്റെ വാർ റൂം റെഡി ആയാലും ആയില്ലെങ്കിലും ഞാനതിനെ ഫേസ് ചെയ്തേ പറ്റും. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ രീതിയിൽ നിന്നും നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. കാരണം ഇന്ന് നോളജ് നേടാൻ അല്ലെങ്കിൽ അറിവ് നേടാൻ വേണ്ടി ക്യാമ്പസിലേക്ക് വരേണ്ട യാതൊരു ആവശ്യവും ഒരു വിദ്യാർത്ഥിക്കുമില്ല. കാരണം ഡിജിറ്റൽ അഡോപ്ഷനും അല്ലെങ്കിൽ ഡിവൈസിൻ്റെ പെനിട്രേഷനും വളരെ ഹൈ ആയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൽ കിട്ടും. ഒരു പക്ഷേ ടീച്ചേഴ്സിനേക്ക് ഏറ്റവും ചലഞ്ചിങ് ജോബ് എന്ന് പറയുന്ന ടീച്ചേഴ്സിൻ്റെ ജോബാണ്. കാരണം ഒരു സമർത്ഥനായൊരു കുട്ടി ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ആ ടീച്ചർ ഒന്ന് പേടിക്കും ക്ലാസ്സിൽ കയറി ചെല്ലാൻ വേണ്ടി. കാരണം ഒരു അസ്യൂംഡ് നോളജ് അല്ലെങ്കിൽ റിക്വയർഡ് പ്രയോർ ലേണിങ്ങുമായിട്ടാണ് ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അറിവ് കൊടുക്കുക എന്നതിലുപരി ഈ ലോകത്തിന്, ഇപ്പോൾ നമ്മൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്, നമ്മുടെ സ്കിൽ സെറ്റുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽ സെറ്റുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. കാരണം ചേഞ്ചസ് നടക്കുന്ന, ടെക്നോളജിയിൽ ചേഞ്ചസ് നടക്കുന്നത് ഓവർ നൈറ്റിലാണ്, അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ. നമ്മൾ കാണാത്ത പല രീതിയിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസും എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും ദ വേ ഓഫ് ടെക്നോളജിയും ഡിറൈവ് ചെയ്യുന്നത് കൊണ്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പുതിയ സ്കിൽ സെറ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയും അത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കുക മാത്രമാണ്. കാരണം അറിവ് നേടാൻ വേണ്ടി ആരും കോളേജിൽ പോകണ്ട, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കാൻ, ഒരു നെറ്റ്വർക്കിംഗ്, ഒരു എക്സ്പോഷർ. ഞാൻ എപ്പോഴും പറയും എഡ്യൂക്കേഷൻ ഹാസ് ബിക്കം എൻ എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്ന റോളാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നമ്മൾ വളരെ കാര്യമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളെപ്പോഴും പറയുന്നു AI നമ്മുടെ ജോലി എടുക്കും, ഓട്ടോമേഷൻ വരുന്നു, റോബോട്ടിക്സ് വരുന്നു. നമ്മൾ ഈ പറയുന്നതെല്ലാം കഴിഞ്ഞ 10, 20, 25 വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള ടെക്നോളജി ചേഞ്ചസും ഓട്ടോമേഷൻസും റോബോട്ടിക്സും അതിൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്ട്സ് എല്ലാം കണ്ടതാണ്. ഒരു AIയും നിങ്ങളുടെ ജോലി എടുക്കില്ല. പക്ഷേ AI പഠിച്ച ആൾക്കാർ, ദ പീപ്പിൾ ഹു ലേൺ AI, ഹു യൂസ് AI മേ ടേക്ക് യുവർ ജോബ്. ആ ഒരു സിറ്റുവേഷനിലേക്ക് ടെക്നോളജി മാറുന്നതനുസരിച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സപ്ലൈ ചെയിൻ, ദ സപ്ലൈ ചെയിൻ ഈസ് കമ്മിങ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആ റോളാണ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആസ് എ യൂണിവേഴ്സിറ്റി നമുക്ക് പ്ലേ ചെയ്യാനുള്ളത്. ആ റോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും പ്ലേ ചെയ്താൽ ഇന്നിവിടെ ഈ സാറ് പറയുന്നൊരു സിറ്റുവേഷൻ, ഒരാളും ജോലി തേടി പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ 2
IT പാർക്കുകൾ കേരളത്തിൽ എടുക്കുവാണെങ്കിൽ, ഇൻഫോ പാർക്കും ടെക്നോ പാർക്കും, എ ഐയുടെ കൂടെ ഡേറ്റ അനലിറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള കോഴ്സുകളായി മാറിയിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ രംഗങ്ങളിലാണ്. എനിക്ക് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഡാറ്റ അനലിറ്റിക്സ് എൻഡ് ചെയ്യുന്നിടത്താണ് AI സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇതൊരു ഡാറ്റ സെർവ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളിതിന് പറയും ജനറേറ്റീവ് AI എന്ന് പറയും. കാരണം നമ്മൾ ഈ മിഷൻ യൂസ്ഡ് ആയിട്ടുള്ള ഡാറ്റകളും മിഷൻ യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെയും ബേസ് ചെയ്താണ് ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, എന്താണ് ഇൻഡസ്ട്രി എക്സ്പെക്ട് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഡ്രെയിൻ, അല്ലെങ്കിൽ ഒരു മാസീവ് ഡ്രെയിൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ 2 സിറ്റുവേഷൻ പറഞ്ഞു വന്നത്, ഒന്ന് ഇൻഫോ പാർക്കും ടെക്നോ പാർക്കുമാണ്. നിങ്ങൾ കാക്കനാടും കഴക്കൂട്ടത്തും നടക്കുവാണെങ്കിൽ നിങ്ങൾ ഏകദേശം അവിടെ കാണുന്ന 30% ആൾക്കാരും അന്യ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർക്ക് ജോലി കിട്ടുന്ന എന്തുകൊണ്ട്? അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനോ നമ്മുടെ സിസ്റ്റത്തിനോ കേപ്പബിൾ ആകുന്ന കാലത്ത് ഈ പറയുന്ന ഡ്രെയിൻ നമുക്കൊരു അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അതിനകത്ത് വലിയൊരു കാര്യമാണ്. കാരണം ആളുകൾ പുറത്തേക്ക് പോകുന്നത് പല കാര്യങ്ങളെ ബേസ് ചെയ്താണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഒരിക്കലും ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ പോലെ, യുണൈറ്റഡ് കിങ്ഡത്തെ പോലെയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയെ പോലെയോ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാൻ വേണ്ടി ഇന്ത്യ കേപ്പബിൾ ആകുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ ഡെമോഗ്രഫി, വി ആർ ടോക്കിംഗ് അബൌട്ട് 1.4 ബില്യൺ പീപ്പിൾ ലിവിങ് ഇൻ ദിസ് കൺട്രി. അത്രയും വരുന്ന ആളുകൾക്ക് വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ സമയമെടുക്കും. ഉറപ്പായിട്ടും ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എത്തുന്നിടത്തോളം കാലം അത് നോക്കി പോകുന്ന കാറ്റഗറി അല്ലെങ്കിൽ പറയുന്ന കമ്മ്യൂണിറ്റി ഉറപ്പായിട്ടും മൈഗ്രേഷൻ നടന്നിരിക്കും. പക്ഷെ അതിനൊരു തെറ്റായിട്ട് കാണാം. മൈഗ്രേഷൻ എപ്പോഴും നമ്മൾ നല്ലൊരു രീതിയിലും കാണാം. കാരണം ഇതിൻ്റെ ഒരു എഫക്റ്റ് 2 രീതിയിലുമുണ്ട്. ഒന്ന്, അതിൻ്റെ ഒരു ഇൻഫ്യൂഷൻ. എൻഡ് ഓഫ് ദി ഡേ their roots are in. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എറണാകുളത്ത് ഇൻഫോ പാർക്ക് ക്യാമ്പസിലാണുള്ളത്. എന്തുകൊണ്ടത് പുറത്തല്ല? എന്തുകൊണ്ട് ഇൻഫോ പാർക്കിൽ അത് സ്ഥാപിച്ചു? അത് ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്, IT കമ്പനികൾ. ആ ഇൻഫോ പാർക്കിൽ സ്ഥാപിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. അല്ല, നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ ക്യാമ്പയിൻ തന്നെ ബി ദ ചേഞ്ച് ആൻഡ് ബി ദ ഫ്യൂച്ചർ എന്നാണ്. കാരണം നമ്മൾ കൊടുക്കുന്നൊരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ. 1000-1500 കുട്ടികൾ ക്യാമ്പസിലേക്ക് വരുമ്പോൾ, കാരണം നമ്മൾ സ്കൂൾ കഴിയുമ്പോൾ 10+2 കഴിയുമ്പോൾ 17 ഇയേഴ്സ് കഴിയുമ്പോൾ ഒരു വിദ്യാർത്ഥി അവൻ്റെ വേണ്ട എല്ലാ ബേസിക് ഡിസിപ്ലിൻസും ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞിരിക്കും. ഒരു മേജറായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ 18 ഇയേഴ്സ് കഴിയുമ്പോഴാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ തുടങ്ങുന്നത്. അവരെ ആ ഒരു സ്പേസിലേക്ക്, അവരെ എക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അവർ കാണുന്നത് വളരെ സന്തോഷം, ഹാപ്പി ആയിട്ടുള്ള ഫേസസ്, കമ്പനീസിലേക്ക് പോകുന്നു, ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നു, അവരുടെ ലൈഫ് സ്റ്റൈല്, അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു ഇൻസ്പിറേഷൻ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ബിൽഡ് ചെയ്യാൻ എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇൻഫോ പാർക്ക് ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ ദ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ്, ദ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന ഡിസ്റ്റൻസ് കരിക്കുലത്തിൽ മാത്രമല്ല, ദ ഫിസിക്കൽ ഡിസ്റ്റൻസും ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസും വളരെ കുറച്ചാണ്. കാരണം നമ്മുടെ ക്യാമ്പസിൽ നിന്ന് സാറിൻ്റെ IBSഉം കാണാം, KPMGയും കാണാം, ഡെലോയിറ്റും കാണാം, അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസും കാണാം. ആ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ടുമോറോ ഹാവ് ടു ബി ദെയർ എന്ന് പറയുന്ന ഡ്രൈവ്, അത് വലിയൊരു കാര്യം തന്നെയാണത്. പിള്ളേർക്ക് ആ ആസ്പിറേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ അതേസമയം എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ മിസ് മാത്യൂസിനോട്. അതായത് ഒരുപാട് ഡിസ്റപ്ഷൻ ഉണ്ടാക്കുന്നുണ്ട് ഈ AI-യും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4.0-യും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഊബർ ടാക്സീസ് വന്നപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇപ്പോൾ കോഴിക്കോട്ടുമൊക്കെയുള്ള ട്രഡീഷണൽ ടാക്സിക്കാരുടെ പണി പോയി. ഇപ്പോൾ ട്രഡീഷണൽ ടാക്സിക്കാർ ഊബർ ടാക്സി ഡ്രൈവേഴ്സായി മാറി. അപ്പോൾ പക്ഷേ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ടാകും. പഴയ ഒരു 50 പേര് അല്ലെങ്കിൽ 100 പേര് ഇവിടെ ടാക്സി ഓടിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 100 കണക്കിന് ആൾക്കാർ ടാക്സി ഓടിച്ച് ജീവിക്കുന്നു എന്നുള്ളൊരു സ്ഥിതി വന്നു. അവരുടെ വരുമാനവും കൂടി. ലീവ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും ആപ്പിൽ ലോഗിൻ ചെയ്ത് ജോലി തുടങ്ങാം. അവർക്ക് ഇഷ്ടമുള്ളപ്പോഴത്തേക്ക് ലോഗ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഡിസ്റപ്ഷൻ ഉണ്ടാവുന്നു. ഒരുപാട് തൊഴിലവസരങ്ങൾ, പഴയ തൊഴിലവസരങ്ങൾ നഷ്ടമാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ പുതിയ തൊഴിലവസരങ്ങൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യുന്നു. അത് ആ AI ഉണ്ടാക്കുന്ന ഡിസ്റപ്ഷൻ അല്ലെങ്കിൽ ന്യൂ ജോബ് ക്രിയേഷൻ എന്തൊക്കെയായിരിക്കും? ശരിക്കും ഒരുപാട് ലേബർ ഡിമാൻഡ് ഡൈനാമിക് ഷിഫ്റ്റ്സ് വരാൻ നല്ല ചാൻസാണ്. ശരിക്കും ഒന്നും കൂടി ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഐ വിൽ കം ടു ദാറ്റ് പോയിന്റ്. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ വിശ്വസിച്ചാൽ മതി, ഒരു നെക്സ്റ്റ് 10 years, 5 years, 3 years, we will have a digital companion with us all the time.
കമ്പനീസ് വിൽ ഹാവ് എ കമ്പാനിയൻ, സ്കൂൾസ് വിൽ ഹാവ് എ കമ്പാനിയൻ. എന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ AI മെഷീനാണ്. ആ മെഷീനെ നമ്മളൊരു പ്യൂർ മെഷീനായിട്ട് മാത്രം കാണുന്നതാണ് അതിൻ്റെ തെറ്റ്. ഫോർ എക്സാമ്പിൾ എന്ന് പറയണത് നമ്മൾ ഹ്യൂമൻ ബോഡി ഈസ് വെള്ളവും കാർബണും ആണെന്ന് പറയുന്ന പോലെയാണ്. അത് കമ്പ്യൂട്ടർ കോഡും മാത്തമാറ്റിക്സുമാണ് AI എന്ന് പറയുന്നത്. ഇറ്റ്സ് മച്ച് മോർ ദൻ ദാറ്റ്. ഞാൻ പറഞ്ഞ കുറച്ച് ലോഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ സ്പീഷീസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും, കോംപ്രിഹെൻഷൻ, റീഡിങ്, അണ്ടർസ്റ്റാൻഡിങ്, ക്രിയേറ്റിവിറ്റി, എംപതി, ക്യൂരിയോസിറ്റി, ഓൾ ഓഫ് ദിസ് ഈസ് കമ്മിങ് ഫ്രം ഇറ്റ്. ഇങ്ങനെയുള്ളൊരു പാർട്ട്ണർ, ആ പുള്ളിയായിരിക്കും നമ്മുടെ അഡ്വക്കേറ്റ് ആയിരിക്കും, നമ്മുടെ എഡ്യൂക്കേറ്റർ ആയിരിക്കും, ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആയിരിക്കും, ഡോക്ടർ ആയിരിക്കും, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും. യു ക്യാൻ ആസ്ക് ഹിം എനി ക്വസ്റ്റ്യൻ ആൻഡ് ഹി വിൽ ഗിവ് യു ദ മോസ്റ്റ് ഏണസ്റ്റ് ആൻസർ. ഹി വിൽ നോ യു ബെറ്റർ ദാൻ യുവർ മദർ ഓർ ഫാദർ. കാരണം ഓൾ ദ ടൈം ഹീ ഈസ് ലിസണിങ് ടു യു, ഹീ ഈസ് ലേണിങ്. ഐ എം ഗിവിങ് ദിസ് ആൻസർ ബട്ട് ഹീ ഈസ് ഡൂയിങ് സംതിങ് എൽസ്. ഇത് ഇങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ കമ്പാനിയൻ്റെ കൂടെയായിരിക്കും നമ്മൾ ജീവിക്കുക. അപ്പം നമ്മൾ എന്താണ് നമ്മുടെ കുട്ടികളെ എക്യുപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ ഇൻഡസ്ട്രി 4.0 എന്ന് പറഞ്ഞ ആ ഇൻ്റഗ്രേഷനാണ്. അങ്ങനെയുള്ള ഒരു വേൾഡിൽ നമ്മൾ ജീവിക്കാൻ സൈഡ് ബൈ സൈഡ് വിത്ത് മൈ കമ്പാനിയൻ. ആ കമ്പാനിയൻ ഒരുപാട് വ്യത്യാസമുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് വരാം. ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ ഹ്യൂമൻ പ്രോഗ്രസ് നോക്കിയാൽ, ഞാൻ കിഷോറുമായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. നമ്മൾ ഒരു കാലത്ത് പുതിയ ഭൂഖണ്ഡങ്ങൾ, വി ഡിസ്കവേർഡ് ന്യൂ കോണ്ടിനെൻറ്റ്സ്, ബട്ട് ദെൻ വി പ്ലണ്ടേർഡ് ദം ആൻഡ് ദ എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിച്ച് കൊളോണൈസ് ചെയ്ത് അപ്പോൾ ഹ്യൂമൻ അൺലോക്കിംഗ് ദി ഇക്കണോമിക് പൊട്ടൻഷ്യൽ ഹാഡ് ഡൗൺ സൈഡ്സ്. We struck oil and we actually polluted the planet. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കിഷോർ നേരത്തെ ചോദിച്ചതിലേക്ക് ഞാൻ വരികയാണ്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മുടെ ഒരു കുട്ടിയെ പോലെ നമ്മൾ നർച്ചർ ചെയ്യുന്ന ഒരു സ്പീഷീസാണ്. അതിൻ്റെ DNA ഫോർമേഷൻ, അതിൻ്റെ ക്രോമസോംസിൻ്റെ ഫോർമേഷൻ നമ്മുടെ കയ്യിലാണ്. നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് പോലെയാണ്. സോ വി ഹാവ് ടു എഡ്യൂക്കേറ്റ്. റെഗുലേറ്ററി മീൻസും conscience means വെച്ചിട്ട് we have to make sure that this particular next wave of progress, which is നമ്മൾ സാധാരണ കാണുന്ന രൂപത്തിലുള്ള ഒരു പ്രോഗ്രസ് അല്ല, ആ പ്രോഗ്രസ്സിൽ we have to make sure that it is developing as the right species. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഡിജിറ്റൽ സ്പീഷീസാണ്. ട്രഡീഷണൽ ബയോളജിക്കൽ നേച്ചർ അല്ലെങ്കിൽ പോലും അതിൻ്റെ എഫക്റ്റ് അത് തന്നെയാണ്. അത് വരുമ്പോൾ നമ്മുടെ all of that we cherish in humanity, നമ്മുടെ ജീവിതത്തിൽ, സമൂഹത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ട്രഷർ ചെയ്യുന്ന എംപതി, കൈൻഡ്നെസ്, ക്രിയേറ്റിവിറ്റി, ക്യൂരിയോസിറ്റി, ഇതെല്ലാം കൊടുത്തിട്ട് ആണ് ഇതിനെ വളർത്തുന്നത്. അല്ലെങ്കിൽ ദ നമ്പർ വൺ തിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ ഒരു ഫീൽഡിൽ എന്തുകൊണ്ടാണ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ ഏറ്റവും വലിയ റിസ്ക് ആണ് AI റിലേറ്റഡ്, ഓൾ ദി അൺസർട്ടനിറ്റി എന്ന് പറയാൻ കാരണം, നമ്മൾ ഇതിനെ പ്രോപ്പറായിട്ട് നർച്ചർ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വിട്ടില്ലെങ്കിൽ ദിസ് ക്യാൻ ഓൾസോ ബി എ ബിഗ് റിസ്ക്. സേഫ്റ്റി ഹാസ് ടു ബി അറ്റ് ദ ഹാർട്ട് ഓഫ് ഇറ്റ്. നൗ കമ്മിങ് ബാക്ക്, AI-യും ഇൻഡസ്ട്രിയൽ 4.0-യും അത്ര പേടിപ്പിക്കുന്ന ഒന്നല്ല. വി ഹാവ് ടു എഡ്യൂക്കേറ്റ് അവർ പീപ്പിൾ ടു ലിവ് വിത്ത് ഇറ്റ്. ലോകത്തുള്ള എല്ലാ ആളുകളും AI പ്രോഗ്രാമേഴ്സോ മാത്തമാറ്റീഷ്യൻസോ ആകണ്ട. നമുക്ക് ഐഫോൺ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ, ഗാലക്സി ഫോൺ ഉപയോഗിച്ചാൽ മതി. We don't have to, everybody doesn't have to create it. എല്ലാവരും ലെയ്ത്തും മെഷീൻ ഇതും വേണ്ടല്ലോ, പ്ലാനിങ് മെഷീൻസും വേണ്ട. എല്ലാവരും എയർക്രാഫ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ we should all be able to use. Now, coming to Kerala, നമുക്ക് 4-5 സെക്ടേഴ്സ് മാത്രമാണ് ഒരു കുറച്ച് ഡെവലപ്പ് ചെയ്യാവുന്നത്. ഒന്ന്, നമ്പർ 1, ടൂറിസം. We have established ourselves as the leaders, അല്ലേ, God's own country. IT, our guys are doing. ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൂ. നമ്മുടെ മൈക്രോസോഫ്റ്റിലും ഗൂഗിളിലും ഒക്കെ ടോപ്പ് ആളുകൾ ഇവിടെ നിന്ന് പോകുന്നവർ തന്നെയാണ്. IT is another field. Healthcare is another field. And wellness is another field. നമുക്ക് ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളത് റീറ്റെയിൽ ഒരു വേറൊരു ഫീൽഡാണ്. ഹൈ എൻഡ് മാനുഫാക്ചറിങ്. ഇവിടെയൊക്കെ ഹൗ വി ക്യാൻ യൂസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡസ്ട്രി 4.0 ഓർ AI എന്നുള്ളതാണ്. അത് റെഡി ആയി കഴിഞ്ഞാൽ വി വിൽ ബി ആബ്സല്യൂട്ട്ലി ഓൺ എ ക്ലിപ്പ് ആൻഡ് എ സിപ്പ്.
There is no doubt about it. യെസ് അതൊരു നല്ല പോയിൻ്റാണ്. അതായത് നമുക്ക് ഇപ്പോഴത്തന്നെ നമുക്ക് സ്ട്രെങ്ത് ഉള്ള ട്രഡീഷണൽ സ്ട്രെങ്ത് ഉള്ള ഇപ്പോൾ തന്നെ കേരളം ഒരു ഹോട്ട്സ്പോട്ടായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുന്ന മേഖലകളിലേക്ക് AI കൂടുതലായിട്ട് കൊണ്ടുവരിക, AI എനേബിൾഡ് ആക്കുക. അപ്പോൾ കിഷോറെ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ടൂറിസം എടുക്കുക, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എടുക്കുക. ടൂറിസത്തിന് നമ്മൾ കേരളം പ്രൊമോട്ട് ചെയ്യുക, പുറത്തുനിന്ന് ഒരാളെ വിളിക്കുക, ഇവിടെ ആൻസർ ചെയ്യുന്ന ഒരു AI ആയിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ഹീ വാണ്ട്സ്, അവൻ്റെ ഓരോ ചോദ്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ നുവാൻസസും ആ പ്രോസസ് ചെയ്യുന്ന ദ മെഷീൻ വിൽ നോ വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഹീ ഈസ്. സോ ഹി വിൽ പ്രൊമോട്ട്, okay, Bakkal is the right place for him, or Calicut is the right place, or Varkala is the right place. They will be able to promote. Similarly, Tom പറഞ്ഞതുപോലെ പണ്ട് നടന്നതുപോലെയുള്ള ഒരു വിദ്യാഭ്യാസം ആയിരിക്കില്ല ഫ്രണ്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. എനിക്ക് ജേർണലിസം 6 മാസം പഠിക്കാൻ വേണ്ടിയിട്ട് 3 കൊല്ലം ക്ലാസ് റൂമിലിരുന്ന് സമയം കളയണ്ട. See, actually, degrees and diplomas will give way to micro credentials. എൻ്റെ അർത്ഥം, എനിക്ക് ജേർണലിസം പഠിക്കണം, എനിക്ക് ടൂറിസം പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഐ വോണ്ട് ടു ഹെൽപ്പ് പീപ്പിൾ ഇൻ ദിസ്, അതിന് മൈക്രോ ക്രെഡൻഷ്യൽസ് മതി. ഇൻ അതർ വേർഡ്സ്, എഡ്യൂക്കേഷൻ ഈസ് ഗോയിങ് ടു ഷിഫ്റ്റ് ഫ്രം സപ്ലൈ. ഈ സ്കൂളുണ്ട് 3 കൊല്ലം 5 കൊല്ലം എന്നല്ല, എന്താണ് കുട്ടിക്ക് വേണ്ടത് അതനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ വരും. ഇതെല്ലാം നമ്മളൊന്നും തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കണം. രാഷ്ട്രീയപരമായിട്ടും വേണം, കാരണം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യം പേടിക്കും, അത് വേണ്ടാന്ന് പറയും, ഇത് നമ്മുടെ ജോബ് പോകുമെന്ന് പറയും. അതല്ല വേണ്ടത്, അതിനെ എംബ്രേസ് ചെയ്യാം. യെസ്, അത് ആദ്യം നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ പേടിക്കും എന്നുള്ളതിൽ നമുക്ക് തുടങ്ങാം. ശ്രീ ടോമിലേക്ക്, അതായത് ഡിസ്റപ്ഷൻ ഒരുപാട് ഉണ്ടാകുന്നു, ഒരുപാട് തൊഴിലുകൾ ഇല്ലാതാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിംഗ് സൈഡ് വ്യൂ ഉണ്ട്. അവിടെ വന്ന് പുതിയ കുട്ടികൾ പുതിയ കോഴ്സസ് പഠിക്കുന്നു, അവർക്ക് ജോലി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള നിങ്ങൾക്ക് അവിടെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ജോബ്സ് ഇല്ലാതാവുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതിൽ നിന്നും കൂടുതലായിട്ട് ന്യൂ ജോബ്സ് ഉണ്ടായി വരുന്നുണ്ടോ? ഉറപ്പായിട്ടും. നമ്മളിപ്പം റീസെൻറ്റ് ഫോബ്സിൻ്റെ ഒരു ഫ്യൂച്ചർ ജോബ് സർവേ എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഫോബ്സ് പറയുന്നത് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന 90,000 ജോബ്സ് നെക്സ്റ്റ് 10 ഇയറിൽ ആ ജോബ് പ്രൊഫൈൽസ് ഉണ്ടാവില്ല. ദ സെയിം ടൈം ഇതിലൊരു 2 times പുതിയ ജോബ് പ്രൊഫൈൽസ്. ഇപ്പം നമ്മൾ AI കുറിച്ച് സംസാരിച്ചപ്പോൾ ഇതെല്ലാം എൻഡ് ഓഫ് ദ ഡേ മിഷൻ ഈസ് ഡൂയിങ് ദ ജോബ്. AI നമ്മളിപ്പോൾ ChatGPT എന്ന് പറയും. ChatGPT ഒരിക്കലും നിങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൻസർ കിട്ടണമെങ്കിൽ യു മേ ഹാവ് ടു ഗീവ് ദ റൈറ്റ് പ്രോംപ്റ്റ്. നന്നായിട്ട് പ്രോംപ്റ്റ് ചെയ്താൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൻസർ അതിനകത്ത് ഡിറൈവ് ചെയ്തെടുക്കാൻ വി കോൾ ഇറ്റ് ഇസ് എ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ജോബ് പ്രൊഫൈലിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആസ് എ ഡിസിപ്ലിനെ കുറിച്ചോ ഒരു യൂണിവേഴ്സിറ്റിയും ഒരു ആസ് എ കോഴ്സ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു വളരെ റീസെൻ്റ് ഒരു 12 months 15 months നിങ്ങൾ സിലിക്കൺ വാലിയിലോ കാലിഫോർണിയയിലോ ഏറ്റവും റീസെൻറ്റ് ജോബ് ട്രെൻഡ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ you may need a lot of prompt engineers. ഇപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ ജോബ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് 10 സ്കിൽ സെറ്റുകളെ ഫോബ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു സ്കിൽ സെറ്റാണ് ഫെമിലിയാരിറ്റി വിത്ത്. ഞാൻ അതൊന്ന് വിശദീകരിക്കട്ടെ. ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും അത് മനസ്സിലാവില്ല. അതായത് AI സാങ്കേതിക വിദ്യ തന്നെ കോഡ് റൈറ്റിംഗ്, സോഫ്റ്റ്വെയറിൻ്റെ കോഡ് റൈറ്റിംഗ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ബേസിക് ലെവൽ കോഡ് റൈറ്റിംഗ് AIക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് വേണം എന്ന് കൃത്യമായിട്ട് ചോദിക്കണം. എന്ത് വേണമെന്ന് കൃത്യമായിട്ട് ചോദിച്ചാലേ കറക്റ്റായിട്ട് പ്രോംപ്റ്റ് ചെയ്താൽ മാത്രമേ അതനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ChatGPTയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് പോലെ തന്നെ ChatGPT ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറും കിട്ടും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ശരിയല്ലെങ്കിൽ പലതരം നിങ്ങൾക്ക് ഉദ്ദേശിക്കാത്ത മറുപടികളൊക്കെ ആയിപ്പോവും. അപ്പോൾ ഇതൊരു ഇപ്പോൾ പ്രോംപ്റ്റിങ്ങിനപ്പോൾ ലാംഗ്വേജ് സ്കിൽ വേണം, പ്രോംപ്റ്റിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയണം, അതിൻ്റെ ഒരു സാങ്കേതിക വശം അറിയണം. അപ്പോൾ അത് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ സ്കിൽ മാത്രം പോരാ, ഒരു ലാംഗ്വേജ് സ്കില്ലും കൂടി ഉണ്ടെങ്കിലേ കറക്റ്റായിട്ട് AI മെഷീനിനെ പ്രോംപ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റൂ. ഈ രംഗത്ത് ഒരുപാട് പ്രോംപ്റ്റേഴ്സ് എന്ന് പറയുന്ന തൊഴിൽ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഉറപ്പായിട്ടും. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഫോബ്സിൻ്റെ ഒരു 10 സ്കിൽ സെറ്റുകൾ, ഈ സ്കിൽ സെറ്റുകൾ ഇൻഡസ്ട്രി മാറുന്നതനുസരിച്ച് ടെക്നോളജി മാറുന്നതനുസരിച്ച് സ്കിൽ സെറ്റുകളും, പക്ഷെ നമ്മുടെ ഒരു ഏറ്റവും റീസെൻ്റായിട്ട് ഇറക്കിയ 10 സ്കിൽ സെറ്റുകളിൽ ഒന്ന് ഐഡിയേഷനും ഇന്നൊവേഷനും ക്രിയേറ്റിവിറ്റിയും. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഫെമിലിയാരിറ്റി വിത്ത് ടെക്നോളജിയാണ്. ടെക്നോളജി ഉപയോഗിക്കണമെന്നും പറയുന്നില്ല, യു ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദ ടെക്നോളജി ആൻഡ് ഈഗർനെസ് ടു ലേൺ. ആ ഒരു സ്കിൽ സെറ്റായിട്ട് വരെ കൺസിഡർ ചെയ്ത് തുടങ്ങിയ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ, ഞാനടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പ്രൈവറ്റ് ആയതുകൊണ്ട് കുറച്ച് ഓട്ടോണമി ഉള്ളതുകൊണ്ട് വി ക്യാൻ ഡു സംതിങ്
ഔട്ട് ഓഫ് ദ ബോക്സ്. മോസ്റ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത 5 വർഷത്തിലേക്കുള്ള സിലബസ് ഇന്നേ ഡിഫൈൻ ചെയ്തിരിക്കുക. ഈ ഡിസ്റപ്ഷൻസ് ഹാപ്പനിങ് ഓവർനൈറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എൻഡ് ഓഫ് ദി ഡേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദേ ആർ പ്രൊഡ്യൂസിങ് ഫോർ ദ സൊസൈറ്റി, ദേ ആർ പ്രൊഡ്യൂസിങ് ഫോർ ദി ബിസിനസ്, ദേ ആർ പ്രൊഡ്യൂസിങ് ഫോർ ദി ഇൻഡസ്ട്രി മാറുമ്പോൾ ഐ കനോട്ട് പ്രൊഡ്യൂസ് വിത്ത് എ പ്രീ അസംഷൻ നോളജ് 3-5 വർഷം കഴിയുമ്പോൾ ഇതായിരിക്കും എന്നുള്ളത് ഇപ്പോഴെനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ 6 മാസം ഓരോ 3 മാസം കൂടുമ്പോൾ മൈക്രോ ക്രെഡൻഷ്യലിൻ്റെ കാര്യം പറഞ്ഞു. ഈ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ദേ ബിക്കം എ ടിപ്പിക്കൽ കൺസ്യൂമർ. അവൻ എന്ത് വേണം എന്നുള്ളത് വളരെ ബോധവാന്മാരായ ഒരു കമ്മ്യൂണിറ്റി ഇവിടെയുണ്ട്. അതൊരു 25-30% കമ്മ്യൂണിറ്റിയാണ്. എനിക്ക് എന്ത് പഠിക്കണം, ഇതാണ് ഇൻഡസ്ട്രി നടക്കുന്നത്, ഇതാണ് ടെക്നോളജിയിലെ മാറ്റം, ഇതെനിക്ക് പഠിച്ചാൽ മതി. ബാക്കി 70% കമ്മ്യൂണിറ്റിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അവർ ദേ ആർ ഫോഴ്സ്ഡ് ടു ലേൺ what exactly given in the syllabus. Unfortunately, most of the system in this country following the all traditional method, there's no scope for innovation. നമ്മൾ കരിക്കുലമിൽ എന്തൊക്കെ ചേഞ്ചസാണ് വരുത്തേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് കരിക്കുലം ഒക്കെ മാറ്റേണ്ടതല്ലേ ഈ പറഞ്ഞ രീതിയിലോട്ട് ആക്കാൻ? കരിക്കുലം ഇൻഡസ്ട്രി 4.0 ആ ഒരു ടെക്നോളജിക്കൽ ദിനത്തേക്ക് വരണമെങ്കിൽ ഒരുപാട് ചേഞ്ചസ് വരാനുണ്ട്. ആ ചേഞ്ചസ് ഇപ്പോൾ നമ്മളുടെ ക്ലാസ് 13 എന്ന് വെച്ചാൽ ക്ലാസ് തൊട്ടല്ല താഴെ തൊട്ട് വരേണ്ടതാണ്. ശരിക്കും എൻ്റെ ഒരു one of the problems that we have is, as long as നമ്മുടെ universities and colleges are run by the government, the changes will be slower. Change slow ആയിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റീസ് എല്ലാവരും പ്രൈവറ്റ് സെക്ടർ എന്ന് വെച്ചാൽ പ്രൈവറ്റ് അല്ല, അലുമിനി റൺ കോളേജസ് ആണ്. പബ്ലിക്കും അല്ല പ്രൈവറ്റും അല്ല. The best colleges are separate institutions run by alumni. നമുക്ക് ഇവിടെ ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ട് ചെയ്യാവുന്നത് മോർ അക്കാഡമിക് ഓട്ടോണമി കൊടുക്കുക. ശരിക്കും നോട്ട് ഓൺലി ദാറ്റ് ദ കോഴ്സസ് ആർ റിവൈസ്ഡ്, the quality of education also has to improve. ആ മെത്തേഡ് ഓഫ് കൺവേയൻസ് അത് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ യൂണിവേഴ്സിറ്റീസും കോളേജസും ടീച്ചേഴ്സിനും ടീച്ചിങ് സ്റ്റാഫിനുമായിട്ട് മാറിപ്പോയി, സ്റ്റുഡൻസിനല്ല. ആസ് മച്ച് ആസ് വീസ് അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അതൊരു സ്റ്റുഡൻസിലേക്ക് ആവണമെങ്കിൽ ഇപ്പോൾ ടോമിൻ്റെ ഒക്കെ പോലത്തെ യൂണിവേഴ്സിറ്റീസ് വരണം. അത് ഇറ്റ് ഷുഡ് ബി ഇൻറ്റൻഡഡ് ഫോർ ദ സ്റ്റുഡൻറ്റ്. ആരുടെയും കുറ്റമല്ല ഞാൻ പറയുന്നത്, ബട്ട് ഇറ്റ് ഷുഡ് ബി പ്രൈമർലി ഇൻറ്റൻഡഡ് ഫോർ ദ സ്റ്റുഡൻസ്. അതിന് അക്കാഡമിക് ഓട്ടോണമി, വി ഹാവ് ടു ബി സ്റ്റേയിങ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അത് ഒരു വലിയ ലിമിറ്റേഷൻസ് തന്നെയാണ്. ലിമിറ്റേഷൻസിൻ്റെ കാര്യം എടുത്ത് പറയണേക്കാൾ നല്ലത് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നും കൂടെ പറയാമെന്നാണ്. അതിന് കോറായിട്ട് നമ്മൾ വരണമെങ്കിൽ അതിനകത്ത് വി ഹാവ് ടു ബ്രിങ് ഇറ്റ് മോർ ഔട്ട് ഓഫ് ദ ഗവൺമെൻറ്, കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്, ഓൺ ബൈ ദ ഗവൺമെൻറ്, ഗവേൺ ബൈ ദ ഗവൺമെൻറ്, ബട്ട് റൺ ബൈ ദ പ്രൈവറ്റ്. യെസ്, ഒരു വളരെ അപ്രിയ സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്രിയ സത്യമാണെങ്കിലും അത് ഈ സത്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകൂ, മാറ്റം വരുത്തിയേ മതിയാകൂ. ഞാനിപ്പോൾ ഈ കുറച്ച് മുമ്പ് ഈ സെഷന് കയറുന്നതിന് മുമ്പ് 2 +2 പഠിക്കുന്ന 2 കുട്ടികളുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അവർ പറഞ്ഞ ഡിഗ്രിക്ക് അവർ ഉദ്ദേശിക്കുന്നത് കേരളത്തിന് പുറത്ത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോവുക അല്ലെങ്കിൽ ഫോറിനിൽ പോവുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അവരിപ്പോൾ +2 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണിപ്പോൾ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അവർക്ക് ഇവിടുത്തെ ഗവൺമെൻറ് റൺ കോളേജസിൽ അല്ലെ എയ്ഡഡ് കോളേജസിൽ ഗവൺമെൻറ് കോളേജിലൊക്കെ പഠിച്ചുകൂടാ എന്ന് ഞാൻ ചോദിക്കാൻ പോയില്ല. കാരണം അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തിയില്ല. ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് നൂതനമായ കോഴ്സുകളുണ്ട്. ഈ കുട്ടികൾ കൂടുതൽ ആസ്പയർ ചെയ്യുന്നതും അത്തരം യൂണിവേഴ്സിറ്റികളിലേക്ക് വരാനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു യൂണിവേഴ്സിറ്റികളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവരുടെ ഒരു ആസ്പിറേഷൻസിനെ ഇങ്ങനെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റും മറ്റും പരിഗണിക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മൾ യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു കാര്യം, നമ്മൾ ടീച്ചർ എന്ന വേർഡ് വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. കാരണം ടീച്ചിങ് എന്നൊരു വേർഡ് നമ്മൾ എവിടെ സംസാരിച്ചാലും ഇൻറ്റേർണലി നമ്മൾ വിത്തിൻ ദ ടീം ആണെങ്കിലും ടീച്ചർ എന്ന ജോബ് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ വേണ്ട. ദാറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. വി നീഡ് ഇനേബിളേഴ്സ്, വി നീഡ് ഫെസിലിറ്റേറ്റേഴ്സ്. ആ ഒരു വളരെ കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ആ ടെക്നോളജി വരെ ഉപയോഗിക്കുന്നത്. കാരണം ഇതെല്ലാം പഠിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതെല്ലാം നാവിഗേറ്റ് ചെയ്ത മാത്രം മതി. കാരണം ഇത് പറയേണ്ട എല്ലാ കാര്യങ്ങളും ടീച്ചറിന്
ഉള്ള നോളജിനേക്കാളും കൂടുതൽ നോളജ് ആ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലുണ്ടാവും. ആ പറയുന്ന അല്ലെങ്കിൽ എന്നാ 7 ഇഞ്ച് ഡിവൈസിൽ അല്ലെങ്കിൽ 6 ഇഞ്ച് ഡിവൈസിൽ ഈ ടീച്ചറിനുള്ള നോളജിനെക്കാളും കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് നാവിഗേറ്റ് ചെയ്യുക. പിന്നെ ഈ കരിക്കുലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയും 5 വർഷത്തെയോ അല്ലെങ്കിൽ 4 വർഷത്തെയോ BTechൻ്റെയോ അല്ലെങ്കിൽ BSCയുടെ BComൻ്റെയോ കരിക്കുലം ഒന്നും നേരത്തെ ആരും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. വി നോ ദി ഫ്രെയിം വർക്ക് വാട്ട് എക്സാക്ട്ലി വി ആർ ട്രൈങ് ടു ടച്ച്. അതിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റീസിലേക്ക്, അതിൻ്റെ ഒരു മൈക്രോ ലെവലിലേക്ക് ഒരു യൂണിവേഴ്സിറ്റിക്കും ടച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ എടുക്കേണ്ടത് വാട്ട് ഈസ് ഹാപ്പനിങ് ടുഡേ ഇൻ ദ ഇൻഡസ്ട്രി, വാട്ട് ഈസ് ഹാപ്പനിങ് ടുഡേ ഇൻ ദ സൊസൈറ്റി, ദാറ്റ് ഹാസ് ടു ബി ഇൻ ദ ക്ലാസ് റൂം. അത് പഠിക്കത്തോളം കാലം ഒരു ഇൻഡസ്ട്രി 4.0 സെർവ് ചെയ്യാൻ, സപ്ലൈ ചെയ്യാൻ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം റെഡി ആവില്ല. നമ്മളിപ്പോൾ കർണാടകയിൽ ബാംഗ്ലൂർ ഹാസ് ടേക്കൻ ദ ലീഡ് ഇൻ ദി IT revolution in the early 90s. Only one good reason was ബാംഗ്ലൂർ അന്നാണ് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്ത കാലമാണ് 1990s. അതിനെ ഫോളോ ചെയ്ത് കേരളവും അതുപോലെ ഹൈദരാബാദും അതുപോലെ ഒത്തിരി IT സിറ്റികൾ ഡെവലപ്പ് ചെയ്തു വന്നു. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്ന ഒരു ലാർജ് ഇൻഡസ്ട്രീനെയോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഹൗസസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ജിയോഗ്രഫിക്കൽ ലാൻഡ്സ്കേപ്പ് അല്ല നമ്മുടെ ലാൻഡ്സ്കേപ്പ് എപ്പോഴും ഹ്യൂമൻ ക്യാപിറ്റൽ. അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബിൽഡ് ചെയ്യുക. അപ്പോൾ പ്ലേസ്മെൻറ്റ് ഈസ് നോട്ട് എ ചലഞ്ച്. പ്ലേസ്മെൻറ്റ് ചലഞ്ച് അല്ല. പ്ലേസ്മെൻറ്റിന് വേണ്ട അല്ലെങ്കിൽ ഒരു എംപ്ലോയർക്ക് വേണ്ട പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറി ആവണം യൂണിവേഴ്സിറ്റി. സോറി, ഐ എം യൂസിങ് ദ വേർഡ് ദ ഫാക്ടറി. പിന്നെ ദ സ്റ്റുഡൻറ്റിൻ്റെ കാര്യവും നമ്മൾ പറയുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ഒരു ടിപ്പിക്കൽ കൺസ്യൂമറായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ നേരത്തെ ഒരു മാത്സ് ടീച്ചർ എൻ്റെ മാത്സ് ടീച്ചർ കൊള്ളില്ലെങ്കിൽ ഐ എം ഫോഴ്സ്ഡ് ടു സിറ്റ് ഇൻ ദ സെയിം ക്ലാസ് ഫോർ ദി ഓൾ ഇയർ. അതെ, വിദ്യാർത്ഥികളെ നോളജിൻ്റെ ഉപഭോക്താക്കളാക്കിയിട്ട് കാണണം എന്നാണ് പറയുന്നത്. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്. പലർക്കും മനസ്സിൽ പല ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വരുന്നുണ്ടായിരിക്കാം. അത് ചോദിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്. ഇനിയിപ്പോൾ വേദി തുറക്കുകയാണ് ക്വസ്റ്റ്യൻ ആൻസർ സെഷനായിട്ട്. നേരത്തെ കിഷോർ സാർ പറഞ്ഞ പോലെ ഒത്തിരി ചോദ്യങ്ങൾ ഇതാ വരുന്നുകൊണ്ടിരിക്കുന്നു. Sir, my name is Aisha Shekhar from Face Campus. അപ്പോൾ സാർ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് സ്കൂളിലൊന്നും പോകാണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നൊരു ഐഡിയ വന്നേക്കാം. അപ്പം സ്കൂളിൽ നിന്ന് കിട്ടേണ്ട ഒരു ബേസിക്സ് ആണല്ലേ സോഷ്യലൈസേഷൻ. അപ്പോൾ അതിനൊരു വെല്ലുവിളിയല്ലേ സത്യം പറഞ്ഞാൽ ഈ ടെക്നോളജി എന്ന് പറയുന്നത്? ഒരിക്കലും ഒരു ക്ലാസ് 10 വരെ യു വിൽ സ്റ്റിൽ ഗോ ടു എ ബ്രിക്ക് ആൻഡ് മോർട്ടർ യൂണിവേഴ്സിറ്റി ആൻഡ് യു ഷുഡ്. അതിന് പല റീസൺസ് ഉണ്ട്. പല റീസൺസ് വെച്ചാൽ നമ്മളൊരു എക്കോണമീസ് ഓഫ് സ്കെയിൽ, പേരൻസ് വർക്ക് ചെയ്യാണ്, കുട്ടികൾ ഹാസ് ടു ബി ടേക്കൺ കെയർ ഓഫ് വെൻ ദേ ആർ ഇൻ ദ സ്മോളർ ക്ലാസ്. സോ ഈ കോവിഡ് സമയത്തൊക്കെ അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. അതുപോലെ ഒരു 10th 12th വരെ നമ്മുടെ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. യു ഹാവ് ദ ചോയ്സസ്. ഇപ്പോൾ ശരിക്കും ടോം പറഞ്ഞ ഒരു സംഗതി ഞാൻ വേണമെങ്കിൽ ഒന്ന് ക്രോഡീകരിച്ച് പറയാം. ഒരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ പഠിപ്പിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലായി? പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഒന്ന് നഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. പക്ഷേ പണ്ടൊക്കെ അങ്ങനെയല്ലല്ലോ. ഇഫ് യു വാണ്ടഡ് ടു ഒരു ടൂറിസത്തിൻ്റെ ഇതാണെങ്കിൽ 3 കൊല്ലം ഒരുപക്ഷെ വേണ്ടി വരും. സോ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. മാത്യു സാറിനോട് BK മാത്യു സാർ സാർ നമ്മുടെ ഇന്ത്യയെ പറ്റി പറയും സോഫ്റ്റ്വെയർ ക്യാപിറ്റലാണെന്ന് പറയും. വി ആർ ഹാർഡ്ലി ഇൻറ്റു ഹാർഡ്വെയർ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു നാഷണൽ ക്വാണ്ടം മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം, അതിന് പറ്റിയ ക്വാണ്ടം ഫോട്ടോ ലിത്തോഗ്രാഫി ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിലുണ്ടോ? അത് ഒന്ന് അറിയേണ്ടതുണ്ട്. കാരണം ആ ഇൻഫ്രാസ്ട്രക്ചർ റെഡി അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നടക്കില്ല. ഈ രണ്ടാമത് ടോം സാറിനോട് സാർ, ഏറ്റവും വലിയ പ്രശ്നം AI ബ്രെയിൻ ഡ്രെയിൻ, AI ടാലൻസ് ഇന്ത്യയിലുള്ളവരെല്ലാം സിലിക്കൺ വാലിയിലൊക്കെ പോവുകയാണ്. അപ്പോൾ AI ടാലൻറ്റിനെ ബ്രെയിൻ ഡ്രെയിനെ എങ്ങനെ അഡ്രസ് ചെയ്യും, അവരെ എങ്ങനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം? Quick answers, yeah. So first of all, it's absolutely possible for a manufacturing capability with the right components. Even though ചൈനയ്ക്കും തൈവാനും ഒക്കെ ഒരു ക്ലസ്റ്റർ എഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇന്ത്യക്ക് ഇറ്റ് ഈസ് പോസിബിൾ ആൻഡ് വി ആർ ഡൂയിങ് ഇറ്റ് ഓൾസോ. നമുക്ക് കേരളത്തിന് പറ്റുമോ എന്നുള്ളത് ഈസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. നോട്ട് എവറിഥിങ് ഈസ് പോസിബിൾ ഇൻ കേരള ആൻഡ് വി ഷുഡ് ലുക്ക് അറ്റ് വാട്ട് ഈസ് പോസിബിൾ ഫോർ കേരള. ബ്രെയിൻ ഡ്രെയിൻ മേ ബി ടോം ക്യാൻ ആക്ച്വലി ടോക്ക് അബൌട്ട്. ഉറപ്പായിട്ടും ഞാനൊരു ജിയോഗ്രഫിൽ ബൗണ്ടറീസിൽ ബിലീവ് ചെയ്യുന്ന ആളല്ല. കാരണം വേൾഡ് ആസ്
as a single place. There's no geographical boundaries exist in a technical space, അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാമോ ലിങ്ക്ഡിനോ, നമ്മൾ ലോകത്തുള്ള എല്ലാ ആളുകളും യാതൊരു കൺട്രിയും യാതൊരു ഡിഫറൻസും ഇല്ലാതെ യാതൊരു ഡിസ്റ്റിങ്ഷനും ഇല്ലാതെ എല്ലാവരുമായിട്ട് നെറ്റ്വർക്ക് ചെയ്തു. അപ്പോൾ ഒരു മൈഗ്രേഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രോസസ്സ്. അതിപ്പം പണ്ട് നമ്മൾ ഗൾഫിലേക്ക് പോകുമായിരുന്നു, അല്ലെങ്കിൽ ബീഹാറിൽ നിന്ന് ആളുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇതൊരു എക്കോസിസ്റ്റം ഓട്ടോമാറ്റിക്കലി കറക്റ്റഡ് ആവും. ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഇത് കറക്റ്റഡ് ആവും. അത് നമ്മൾ പണ്ട് ആവാസ വ്യവസ്ഥ പഠിപ്പിക്കുമ്പോഴും ഇവിടെയുള്ള കാട്ടിലെ മൃഗങ്ങളെയെല്ലാം ഈ ഒരു സിസ്റ്റം ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവുന്ന ഒരു ആവാസ വ്യവസ്ഥയെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതും ഈ ഇമിഗ്രേഷൻ ഇത് തന്നെ നടക്കുന്നത്. ജോലി അവിടെ നിന്ന് കുറയുമ്പോൾ, അല്ലെങ്കിൽ ജോലി അവിടുത്തെ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റഡ് ആവുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആ ഡ്രെയിൻ കുറയും. അത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് നമ്മൾ അധികം കൺസേൺഡ് ആവേണ്ട, ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എത്രയോ 8 ബില്യൺ ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. 8 ബില്യൺ ആളുകൾ. ഈ ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ രാജ്യം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനം, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ പെർ ക്യാപിറ്റൽ ഇൻകത്തിനെ കുറിച്ച് നമ്മൾ ബോധേഡാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു നല്ല സ്പേസിന് അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഒരാളെയും സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ല. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ അവർ പോയി കഴിഞ്ഞിരിക്കുക. അതിന് ചെയ്യേണ്ട കാര്യം ആ ഫെസിലിറ്റി നമുക്കിവിടെ ക്രിയേറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതൊരു വലിയ ചലഞ്ച്. ഞാൻ ആദ്യം പറഞ്ഞ ചലഞ്ച് തന്നെ, ഒരു 1.4 ബില്യൺ പോപ്പുലേഷനുള്ള രാജ്യത്ത് അതുപോലൊരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് പ്രോസസ്. വി മേ ടേക്ക് ടൈം ടു ക്രിയേറ്റ് എ റിപ്ലിക്കേറ്റ് ഓഫ് സിലിക്കൺ വാലി ഹിയർ, അല്ലെങ്കിൽ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലെ അല്ലെങ്കിൽ UK പോലുള്ളൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സമയമെടുക്കും. അപ്പോൾ അതിനെ ഒരു വലിയൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ലാസ്റ്റ് 2 വർഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ് കുട്ടികൾ പഠിക്കാൻ പോകുന്നു, ജോലിക്ക് ആളുകൾ പോകുന്നു. അത് നല്ല കാര്യം തന്നെ. ഇമ്പാക്റ്റ് വരുന്നത് നമ്മൾ പറയുന്നത് ഇവിടെ എല്ലാവരുടെയും റൂട്ട്സ് അല്ലെങ്കിൽ ഒരു ഫാമിലി കണക്റ്റഡ് ഉണ്ട്, കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട്. അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് ദ ഇമ്പാക്റ്റ് വിൽ റിഫ്ലക്റ്റ് ഇൻ ദി സ്റ്റേറ്റ്, അല്ലേ? നമ്മുടെ മോൻ പഠിക്കാൻ പോയാൽ, നമ്മുടെ ബ്രദർ സിസ്റ്റർ പോയി കഴിഞ്ഞാൽ അവരയക്കുന്ന ഫോറക്സ് റവന്യൂ, അല്ലെങ്കിൽ അവർ നാട്ടിൽ ഹോളിഡേയ്സിന് വരുന്നു, ഇതൊക്കെ അവരുടെ ആ പർച്ചേസിങ് പവർ ഉണ്ടല്ലോ, ആ പർച്ചേസിങ് പവർ വിൽ ഹാവ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദിസ് എക്കോണമി. ആ ഒരു പോസിറ്റീവ് ആംഗിളിൽ മാത്രം നോക്കിയാൽ മതി. യെസ്, I just want to add to that. അതൊരു കറക്ഷനും കൂടെയാണ്. ഈവൻ ദോ വി സി ഒരു ലോകം ഒരു ഗ്ലോബൽ ഇതായിട്ട് കാണുകയാണെങ്കിൽ പോലും, ഏത് പ്രദേശം പുരോഗമിച്ചിട്ടുണ്ടോ ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും. ദേ വിൽ ബി ഏബിൾ ടു അട്രാക്റ്റ് ആൻഡ് റീറ്റെയിൻ ടാലൻറ്റ്. അമേരിക്ക പ്രോഗ്രസ് ചെയ്തത്, പണ്ടുള്ള നമ്മൾ ഏത് രാജ്യം പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടോ, ടാലൻറ്റ് അട്രാക്റ്റ് ചെയ്യുകയും റീറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥലം പ്രോഗ്രസ് ചെയ്യുള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി കുറച്ച് മോശമാണ് ആ കാര്യത്തിൽ. ഒരു രാജ്യത്തിൻ്റെ പ്രോഗ്നോസിസ്, ഒരു സമൂഹത്തിൻ്റെ പ്രോഗ്നോസിസ് 3 മെഷർ ഓഫ് എക്കണോമിക്സ് ആണ്. ഫ്ലോ ഓഫ് ക്യാപിറ്റൽ to put people to work, flow of goods and services, whether you are a surplus or deficit or a consumer or an exporter, and the flow of money capital, flow of people. അത് ഹെൽത്തി മൈഗ്രേഷൻ ആണോ എന്നുള്ളതാണ്. കേരളത്തിൻ്റെ മൈഗ്രേഷൻ ഈസ് അൺഹെൽത്തി ബിക്കോസ് our bright boys and girls are leaving, replaced by immigrant labor. We have got 34 lakhs of people here, which is expected to become 60 lakhs by 2030. ഇത് ഒരു ഇക്കണോമിക് ആൻഡ് ഒരു സോഷ്യൽ ആസ്പെക്റ്റ് ആണ്. And I also want to state one more thing, which is a little bit different from Tom and your interpretation. ഒരു വ്യക്തി ഏറ്റവും the fortunate of a person, അതിൻ്റെ മലയാളത്തിലുള്ള വാക്ക് ഏറ്റവും ഭാഗ്യവാനായ വ്യക്തി, എവിടെ ജനിച്ചോ അവിടെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അത് ഞാനും പറഞ്ഞതല്ല, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് പറഞ്ഞാണ്, എവിടെ ജനിച്ചോ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അലഞ്ഞു നടക്കുന്നത്? പണ്ട് നൊമാഡ്സ് ആയിട്ട് നമ്മൾ അലഞ്ഞു നടക്കുന്നത് ബിക്കോസ് അവർ പ്ലേസ് ഈസ് നോട്ട് ആസ് ഗുഡ് ആസ് ദി അതർ പ്ലേസ്. അത് പ്രകൃതിയുടെ ഒരു നിയമം കൂടി ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഡിറക്ഷനലി അങ്ങോട്ടാണ് നമ്മൾ നോക്കേണ്ടത്. എങ്ങനെ നമ്മുടെ ഹൗ ക്യാൻ വി മേക്ക് the place of Kerala the finest place to live. അക്കരപ്പച്ച തേടിയുള്ള നമ്മുടെ പ്രയാണം നിർത്തണമെന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റണം. ടോം സാറാണ് തോന്നുന്നു പറഞ്ഞത്, 3 വർഷം കൊണ്ട് പഠിക്കാവുന്ന ഡിഗ്രി 6 മാസം കൊണ്ട് പഠിക്കാം, അല്ലെങ്കിൽ ബിടെക്കൊക്കെ ഇങ്ങനെ. അപ്പോൾ അവിടെ നോളജ് അക്വയർ ചെയ്യാമെന്ന് മാത്രമല്ലല്ലോ, കാരണം കുട്ടി വിദ്യാഭ്യാസത്തിലൂടെ പിന്നെ എക്സ്പീരിയൻസും എക്സ്പോഷറും അതുപോലെ ഹ്യൂമൻ വാല്യൂസ് ഒക്കെ പഠിക്കേണ്ടതാണ്. അതില്ലാതെ വെറും നോളജ് ഉണ്ടായിക്കഴിഞ്ഞാൽ 2ാം ലോകമഹായുദ്ധത്തിൽ പിന്നെ ഫാസിസ്റ്റുകൾ ജീവനുള്ള ഡോക്ടർമാരൊക്കെ ജീവനുള്ള മനുഷ്യനെ പച്ചയായി കീറിയ പോലെ മനുഷ്യത്വം ഇല്ലാത്ത മൂല്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകില്ല എന്നുള്ളൊരു ചോദ്യമാണ്.
ഒരിക്കലും ഈ ഡ്യൂറേഷൻ കുറയ്ക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. ഞാൻ പറയുന്ന അറിവ് നേടുക എന്ന് പറഞ്ഞാൽ ക്വിക്കായിട്ട് പഠിക്കാം. എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആളുകളെ കാണുക, അല്ലെങ്കിൽ അവരുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യുക. ആ ഒരു എക്സ്പോഷറാണ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം അറിവ് നേടാൻ വേണ്ടി 3 വർഷം പഠിക്കേണ്ട എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം 3 വർഷം നിങ്ങൾ പഠിക്കുന്ന കാര്യം 6 മാസം കൊണ്ട് പഠിക്കാം. വളരെ ഫണ്ണി അല്ല, വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് എലോൺ മസ്കിൻ്റെ. കഴിഞ്ഞ ആഴ്ച അയാളെ ട്വീറ്റ് ചെയ്തതാണ്. കാരണം 4 വർഷം കൊണ്ട് നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ എനർജി, എഫോർട്ടും മണിയാണ്. ഒരു ആൾ യൂണിവേഴ്സിറ്റി പോയി 4 വർഷം കൊണ്ട് വേസ്റ്റ് ചെയ്യുന്ന എനർജിയും എഫോർട്ടും മണിയാണെന്ന് പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഈ 4 വർഷം കൊണ്ട് നിങ്ങൾ അക്വയർ ചെയ്യുന്ന നോളജ് അത് കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാവുന്ന അറിവ് നേടുക എന്ന കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ചും ഫാസ്റ്ററായിട്ടും ബെറ്ററായിട്ടും എഫിഷ്യൻ്റായിട്ടും ഉള്ള സിസ്റ്റം അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ അതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യൽ എലമെൻറ്റ് വിൽ കം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് അക്വയറിങ് ദ നോളജ്, അല്ലേ, ലേണിംഗ് സംതിങ്. ആ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് പ്രോപ്പർ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ യു നീഡ് ടു ഹാവ് എ സഫിഷ്യൻറ്റ് ടൈം ടു ഹാവ് പ്രോപ്പർ നെറ്റ്വർക്കിംഗ്, ടു ടോക്ക് ടു പീപ്പിൾ, ടു ഗെറ്റ് എക്സ്പോഷർ. അതുകൊണ്ടാണ് നമ്മളൊരു വളരെ കാലങ്ങളായിട്ട് 3 വർഷത്തെ ഡിഗ്രി 3 വർഷമായിട്ടും 2 വർഷത്തെ PG 2 വർഷമായിട്ട് നിലനിൽക്കുന്നത്. അറിവ് നേടുന്നതും ഡിഗ്രിയും രണ്ട് കാര്യങ്ങളാണ്. ഡിഗ്രി ഈസ് എ പീസ് ഓഫ് പേപ്പർ. അറിവ് നേടുക എന്ന് പറഞ്ഞാൽ ഡസൻറ്റ് എൻഡ് വിത്ത് ഡിഗ്രി. ഇറ്റ് വിൽ കണ്ടിന്യൂ ആഫ്റ്റർ ദ ഡിഗ്രി ആസ് വെൽ. അതെ, ഈ ചർച്ചയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ഫലപ്രദമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വെറും ഒരു ചർച്ച മാത്രമായിരുന്നില്ല. രണ്ടുപേരുടെയും വിദഗ്ധാഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കേട്ടിട്ട് ആ വിജ്ഞാനം നിങ്ങൾക്ക് കൊണ്ടുപോയി പ്രയോഗത്തിൽ വരുത്താൻ പറ്റുന്ന പലതും ഇവിടെ പറഞ്ഞു. നിങ്ങൾ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളായിരിക്കാം, നിങ്ങൾക്ക് പഠിക്കുമ്പോഴും നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും പ്രയോഗത്തിൽ വരുത്താവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ആ വിജ്ഞാനം നിങ്ങൾക്ക് ഒരു സമ്പാദ്യമായി ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യാം. താങ്ക് യു.